ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം കഴുകി വെച്ച ചിക്കൻ ഇതിൽ നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ 1.5 ബൗൾ വെള്ളം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുക. ഫുഡ് കളർ ഓപ്ഷണലാണ്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1.5 ബൗൾ പച്ചരി പൊടിച്ചത് ചേർക്കാം. വറുത്തതായാലും വറുക്കാത്തതായാലും ചേർക്കാം. വറുത്തതാണെങ്കിൽ ആ പൊടി കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടി നന്നായി അരിച്ചിട്ട് ചേർക്കുന്നതാവും നന്നാവുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ചിക്കൻ ചൂടാറിയ ശേഷം എല്ലാം ഒഴിവാക്കി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഫില്ലിങ്ങിനായി സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കട്ട് ചെയ്യുക. ഉള്ളി ഫ്രൈ ചെയ്യാനായി ഒരു പാൻ ചൂടായ ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ച ഓയിൽ തന്നെ യൂസ് ചെയ്യാം. നന്നായി ചൂടാക്കുക. അതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. ഇഞ്ചി ഫ്രൈ ആയ ശേഷം അതിലേക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ആഡ് ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഫില്ലിംഗ് റെഡിയാക്കിയ ശേഷം നമ്മൾ വാട്ടി വെച്ച പൊടി നന്നായി കുഴച്ചെടുക്കുക. ഇതിൽ നിന്ന് ചെറിയ ഒരു ഉരുളയെടുത്ത് നന്നായി ഉരുട്ടി ഇതുപോലെ ഒരു കവറിൽ വെച്ചോ പ്ലേറ്റ് വെച്ചോ മൂടി വെച്ചോ പ്രസ് ചെയ്തെടുത്ത് ഇതുപോലെ പത്തിരിയായി കിട്ടും. അതിലേക്ക് വീഡിയോയിൽ കാണും പോലെ ഫില്ല് ചെയ്യുക. നമുക്കൊരു ക്യാരറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. ഇത് ക്യാരറ്റിൻ്റെ ഷേപ്പായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. ഇനി ഫ്രൈ ചെയ്യാനായി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചത് ഓരോന്നോരോന്ന്
ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആവണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇത് ചൂടോടെ കഴിക്കണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി വയ്ക്കാം. സൈഡിൽ ചെറിയ ഹോൾസ് ഇട്ട് മല്ലിച്ചപ്പ് കുത്തി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.